എഞ്ചിനീയറിംഗ് എസെൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. തുടക്കം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാനൊരു യൂട്യൂബിൻ്റെ സെർച്ച് റിസൾട്ടിലാണ് നിൽക്കുന്നത്. ഈ സെർച്ച് റിസൾട്ടിൽ എന്താ പ്രത്യേകത എന്ന് ആലോചിക്കുന്നുണ്ടാവും. ഇതൊരു ബേസ് ബൂസ്റ്റിൻ്റെ സർക്യൂട്ടിന് വേണ്ടിയിട്ടുള്ള സെർച്ചായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയ റിസൾട്ട്സ് എന്ന് പറയുന്നത് ബേസ് ബൂസ്റ്റ് അല്ല, ട്രിപ്പിൾ കട്ട് സർക്യൂട്ട്സ് ആണ്. എന്തൊക്കെയാണ് അതിലുള്ള പാളിച്ചകളെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ വീഡിയോ നോക്കുക. ആദ്യത്തെ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റേഴ്സ് പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ്. ഒരു നോൺ പോളറൈസ്ഡ് കപ്പാസിറ്ററും യൂസ് ചെയ്തിട്ടുണ്ട്. പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് നോർമലി എ സിയിൽ ഉപയോഗിക്കാറില്ല, ഡി സിയിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അസ്യൂം ചെയ്യുകയാണ് ഈ ഒരു സർക്യൂട്ട് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിലല്ല, ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ മാത്രമേ കൊടുക്കാവൂ. ഇത് ആക്ച്വലി ഒരു ലോ പാസ് ഫിൽറ്റർ ആണ്. ബേസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ട്രിപ്പിൾ കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ബേസ് ബൂസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിന്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബേസിൽ നിന്ന് ബേസ് മാത്രം നിലനിർത്തി ഹയർ ഫ്രീക്വൻസീസിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ സർക്യൂട്ടുകളുടെ ഉദ്ദേശം. ഇത് ബേസ് ബൂസ്റ്റ് സർക്യൂട്ട് അല്ല, ട്രിപ്പിൾ കട്ട് സർക്യൂട്ടാണ്. ഈ ബേസ് ബൂസ്റ്റർ സർക്യൂട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം സ്പീക്കറിന് അക്രോസ് ആണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്പീക്കറിന് അക്രോസ് ഇത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉപയോഗിക്കേണ്ടത് പവർ റെസിസ്റ്റർ ആയിരിക്കണം. റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, അതും ഈ ട്രിം പോർട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കുറച്ച് പവർ ഹാൻഡ്ലിംഗ് കാപ്പബിലിറ്റി ഉള്ള കമ്പോണൻസ് തന്നെ ഉപയോഗിക്കണം. സാധാ വേരിയബിൾ റെസിസ്റ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്നും ഒരു ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ ഒരിക്കലും കൊടുക്കരുത്. ഇതിൽ ആ കണക്ടർ കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നത് ഫോണിലേക്ക് ഡയറക്റ്റ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹെഡ്സെറ്റ് കണക്ട് ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങൾ ഈ ഒരു വലിയ സ്പീക്കർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ഞാൻ ഒരിക്കലും ഈ ഒരു സർക്യൂട്ട് ട്രൈ ചെയ്യാൻ പോലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ദൈവമേ, ഈ തംബ്നെയിൽ വ്യക്തമാകാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഒരു ആംപ്ലിഫയർ ഉണ്ട്, ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ ഒരു സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പീക്കറിന്റെ രണ്ട് ടെർമിനലിനും ഇടയിൽ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ സോൾഡർ ചെയ്ത് വെച്ചേക്കാണ്. 1000 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? നിങ്ങളൊരു ബാറ്ററി എടുക്കുക. ബാറ്ററി ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയറും ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. ബാറ്ററിക്ക് അക്രോസ് ഒരു കപ്പാസിറ്റർ എടുത്ത് ഡയറക്റ്റ് കണക്ട് ചെയ്യും. സ്പാർക്ക് വരുന്ന കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് സ്പാർക്ക് വരുന്നത്? ഒരു വലിയ കറണ്ട് ആ കപ്പാസിറ്ററിലൂടെ കടന്നു പോകുന്നുണ്ടാണ്. അതേ എഫക്റ്റ് ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ആംപ്ലിഫയർ ഓൺ ചെയ്തു വോളിയം കൂട്ടുമ്പോൾ കപ്പാസിറ്ററിലൂടെ ഹൈ ഫ്രീക്വൻസീസ് പെട്ടെന്ന് കടന്നു പോകും. അതായത് ഹൈ ഫ്രീക്വൻസി വരുന്ന സമയത്ത് ആംപ്ലിഫയറിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ചാൽ എന്തായിരിക്കും എഫക്റ്റ്? അതേ എഫക്റ്റ് ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഷോർട്ട് ആവുന്ന അവസ്ഥയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. IC ആംപ്ലിഫയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇന്റേണൽ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട്, കറണ്ട് ലിമിറ്റ് ഉള്ളത് കൊണ്ട് മാത്രം അത് കംപ്ലൈന്റ് വരില്ല. നമ്മുടെ മോസ്ഫെറ്റും ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് കറണ്ട് സെൻസിങ്ങോ കറണ്ട് ലിമിറ്റോ നോർമലി ഉണ്ടാവാറില്ല. ആകെ ഉണ്ടാകുന്നത് ഒരു ഫ്യൂസ് ആണ്. ആ ഫ്യൂസ് ഒന്നുകിൽ കരിഞ്ഞു പോകും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ പോകും. ഇനി നല്ല പവർഫുൾ ആയിട്ടുള്ള ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കപ്പാസിറ്റർ പൊട്ടിത്തെറിക്കും. കാരണം ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഒരിക്കലും AC സപ്ലൈക്ക് അക്രോസ് കണക്ട് ചെയ്യാൻ പാടില്ല. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ DC മാത്രം ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റർ ആണ്. ഒരിക്കലും ഇത് ട്രൈ ചെയ്യരുത്. നിങ്ങളുടെ ആംപ്ലിഫയർ കേടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ സർക്യൂട്ട് കണ്ടിട്ട് മനസ്സിലാകുന്നത് ഇതൊരു LC ലോ പാസ് ഫിൽറ്റർ ആണ്. സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ ആണ്. 2 കമ്പോണൻസ് ഉണ്ട്, L and C. ഇതിന്റെ ബാക്കി സർക്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോയാലേ ഇതിന്റെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. 5 times ബേസ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ബേസ് ബൂസ്റ്റ് അല്ല, ഇത് ട്രിപ്പിൾ കട്ട് സർക്യൂട്ട് തന്നെയാണ്. സബ്വൂഫറിന്റെ ഒക്കെ ഫിൽറ്റർ ബോർഡ് എന്ന് പറയുന്ന സാധനം ഇതാണ്. ഹെവി ബേസ് RC ലോ പാസ് ഫിൽറ്റർ. ഇതിലെവിടെ നിന്നാണ് ഹെവി ബേസ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഉള്ള ബേസിൽ നിന്ന് ഹൈ ഫ്രീക്വൻസിയെ കട്ട് ചെയ്ത് കളയുന്നതിന് എങ്ങനെയാണ് ബേസ് സർക്യൂട്ട് എന്ന് പറയുന്നത്? എവിടെ നിന്നാണ് ഇതിനകത്ത് ബൂസ്റ്റ് വരുന്നത്? ഒരു IC എങ്കിലും ഇല്ലാതെ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ബേസ് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആംപ്ലിഫയർ തന്നെ വേണം. ബേസ് ബൂസ്റ്റർ സർക്യൂട്ട് ICയെ ക്രോസ് ചെയ്തേക്കുന്നതുണ്ടോ? IC ഇല്ലാതെ ബേസ് ബൂസ്റ്റർ സർക്യൂട്ട് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. IC ഇല്ലാതെ ബേസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ട്രിപ്പിൾ കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇത് RC ലോ പാസ് ഫിൽറ്റർ ആണ്. ഇപ്പൊ ഈ വന്നിരിക്കുന്ന റിസൾട്ടുകളിൽ ആകെ 2 വീഡിയോ മാത്രമാണ് കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോസ്. ബാക്കി എല്ലാം മിസ്ലീഡിംഗ് ആയിട്ടുള്ള ടൈറ്റിലാണ്. മേ ബി അതിനകത്ത് അവർ ഡിസ്ക്രിപ്ഷനിൽ അത് പറയുന്നുണ്ടാവും. പക്ഷേ ചിലതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സർക്യൂട്ടുമാണ്. ഇതേ കണ്ടോ, അടുത്തത് കപ്പാസിറ്റർ എടുത്ത് സ്പീക്കറിനെ ക്രോസ് കണക്ട് ചെയ്യാൻ 730K വ്യൂസ്. ഇത്രയും ആളുകളെ ഇയാളെ പറ്റിച്ചെന്നാണോ അതോ കണ്ടവർക്ക് എല്ലാം കാര്യങ്ങൾ അറിയാമായിരുന്നോന്നും അറിയില്ല. മേ ബി ഞാൻ ഈ ഒരു വീഡിയോ വേറെ ഏതെങ്കിലും ഭാഷയിൽ ചെയ്യേണ്ടതായിരുന്നു. കാരണം ഈ വീഡിയോസ് ഒക്കെ കാണുന്ന കൂടുതലും ആളുകൾ കേരളത്തിന് പുറത്തുള്ളവരാണ്. ഇതിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരുവിധ എല്ലാ ലോ പാസ് ഫിൽറ്റേഴ്സും ചെയ്യുന്നത് ബേസിക്കലി എന്താണെന്ന് ഞാനൊരു വീഡിയോ വഴി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഒരു ഇൻഡക്ടർ എടുക്കുന്നു, അത് നമ്മുടെ സ്പീക്കറിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അത് സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്തും അതിനെ ഒഴിവാക്കിയും ഞാനത് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. ബേസ് കൂടുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കുക. ബേസ് എങ്ങനെയാണോ ഉള്ളത്
എന്നുള്ളത് അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ ചേഞ്ച് വരുന്നത് ഹൈ ഫ്രീക്വൻസീസിൽ മാത്രമാണ്. ഈ സർക്യൂട്ടുകളൊക്കെ ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് നിങ്ങളുടെ ആംപ്ലിഫയറിനുള്ളിലുള്ള ടോൺ കൺട്രോൾ ബോർഡ് ചെയ്യുന്നത്. സബ്വൂഫർ ആംപ്ലിഫയറിന്റെ ഫിൽറ്റർ ബോർഡും ചെയ്യുന്നത് ഈ സർക്യൂട്ടുകൾ ചെയ്യുന്ന എക്സാക്ട് സെയിം. പിന്നെ ഈ സർക്യൂട്ടുകളിൽ ഇല്ലാത്ത ഒരു കാര്യം, അതിനകത്ത് ഗെയിൻ ഉണ്ട്. ഗെയിൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യാൻ IC ഉള്ള സർക്യൂട്ടുകൾ ഇതിനകത്ത് നമ്മൾ കണ്ടു. അത് വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അതിന്റെ ഡിസൈൻ പോലെ ഇരിക്കും. നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫിൽറ്റർ ഇടുമ്പോൾ ഹൈ ഫ്രീക്വൻസീസ് ഒഴിവാകുന്നുണ്ട്, ലോ ഫ്രീക്വൻസീസ് മാത്രമേ സ്പീക്കർ പ്ലേ ചെയ്യുന്നുള്ളൂ. ഇനി ഫിൽറ്റർ ഒഴിവാക്കുമ്പോൾ ഹൈ ഫ്രീക്വൻസീസ് ലോ ഫ്രീക്വൻസീസും ഒരേ ലെവലിൽ പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് വേണ്ടത്? ബേസിനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യലാണ് വേണ്ടത്. അതിന് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ പണിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പണിയേണ്ടത് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലാണ്, അല്ലെങ്കിൽ ആംപ്ലിഫയറിലാണ്. അപ്പൊ ഇതുപോലെ യൂട്യൂബിൽ ഒരുപാട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഈ ഓരോ വീഡിയോസിന്റെയും പ്രോബ്ലംസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക, ഞാൻ ചെയ്യാം. കറക്റ്റ് ഇൻഫർമേഷൻ എല്ലാവരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യൂവർഷിപ്പും അതുപോലെ തന്നെ ലൈക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് താഴെയുള്ള ബെൽ നോട്ടിഫിക്കേഷൻസിൽ നിന്ന് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും അറിവുള്ളവരാകട്ടെ. നന്ദി, നമസ്കാരം.